പുതുതായിട്ട് നമ്മൾ അറിയാത്ത ഒന്നും പ്രത്യേകമായിട്ട് വന്നില്ല. ആകപ്പാടെ ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോക നേതാവും ഇത് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ്. അത് പക്ഷേ ട്രംപിൻ്റെ ഇടപെടൽ ഏത് തരത്തിലുള്ളതാണ് എന്നത് വ്യക്തമാക്കണമെന്ന് സഭയിൽ പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിച്ചതിനുള്ള മറുപടി ആയോ എന്ന് ചോദിച്ചാൽ ആയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ട്രംപിൻ്റെ ഇടപെടൽ എന്തായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ വെടിനിർത്തൽ യുദ്ധം അവസാനിപ്പിക്കുന്നു, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ആദ്യം ആ അർത്ഥത്തിൽ ലോകത്തോട് പറയുന്നത് ട്രംപാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നതിന് മുമ്പേ ആ ഒരു വർത്തമാനം ട്വീറ്റായിട്ടല്ലേ വന്നത്. എക്സിൽ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ട്രംപിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. പിന്നീട് അദ്ദേഹം 29 തവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, പലപ്പോഴായിട്ട് ആവർത്തിച്ചു, ഞാനാണ് ഈ യുദ്ധങ്ങൾക്കിടയിൽ ഇവ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം ഉണ്ടായപ്പോൾ അത് പ്രശ്നമാക്കിയത്. പക്ഷേ ആ ഒരു അവകാശവാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു എന്നത് വസ്തുതയാണ്. അത് അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഒരു ലോക നേതാവും, ട്രംപിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അപ്പോഴും എങ്ങനെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഇദ്ദേഹത്തിന് നമ്മൾ സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അത് നമ്മളിലൂടെ മാധ്യമങ്ങളിലേക്ക്, ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ മാധ്യമങ്ങളിലേക്ക് പുറത്തു വരുന്നതിന് മുമ്പ് എങ്ങനെ ട്രംപ് ഇക്കാര്യം അനൗൺസ് ചെയ്തു എന്ന കാര്യത്തിന് മറുപടി ഇപ്പോഴും ആയിട്ടില്ല. അതാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ടുണ്ടെങ്കിൽ ഇവർ ഈ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലാതെ കോൺഗ്രസ് ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല എന്ന് BJP പറയുന്നു. BJPയുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ അങ്ങേയറ്റം വലിയ വീഴ്ചകൾ ഉണ്ടാക്കിയെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും പറയുന്നു. ഇങ്ങനെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതല്ലാത്ത എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്രംപിൻ്റെ വർത്തമാനത്തെക്കുറിച്ചുള്ള പൂർണ്ണ പിക്ചർ ഇപ്പോഴും വന്നിട്ടില്ല എന്നൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്. ബാക്കിയെല്ലാം അവരവർക്ക് ആകാവുന്ന രീതിയിലുള്ള നല്ല ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒട്ടും മോശമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കനിമൊഴിയൊന്നും വർത്തമാനം പറയുന്നതിൽ മോശമല്ല, അവരവരുടെ പോയിൻ്റ് അവർ വളരെ വ്യക്തമായിട്ട് വെച്ചു.